ആദ്യമായിട്ട് വൃക്ക സ്വീകരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ അയാളുടെ നേറ്റീവ് കിഡ്നി ദൈവം കൊടുത്തിട്ടുള്ള 2 കിഡ്നീസ് ഉണ്ടല്ലോ. അപ്പോൾ ആ കിഡ്നിയിൽ വേറെ ഇൻഡിക്കേഷൻ ചില കണ്ടീഷൻസ് ഉണ്ട്, വേറെ നമുക്കത് മാറ്റി കളയേണ്ട കണ്ടീഷൻസ് ഉണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ കിഡ്നി അവിടെ റീറ്റെയിൻ ചെയ്തുകൊണ്ടാണ് പുതിയ കിഡ്നി വച്ച് പിടിപ്പിക്കുക. ഇപ്പം അഖിലിൻ്റെ കേസിൽ ആദ്യത്തെ ട്രാൻസ്പ്ലാന്റിൽ ചെയ്തപ്പോൾ, അതായത് 2013 ചെയ്യുമ്പോൾ പഴയ 2 കിഡ്നീസ് അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ മൂന്നാമതൊരു കിഡ്നി, പുതിയൊരു കിഡ്നി, മദറിൻ്റെ കിഡ്നി അന്ന് വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്തത്. നമ്മളിപ്പോൾ ആ 3 കിഡ്നീനെയും ഒന്നും ചെയ്തിട്ടില്ല. അത് കൂടാതെ പുതിയൊരു കിഡ്നി, നാലാമതൊരു കിഡ്നിയാണ് കഡാവർ കിഡ്നി ഇപ്പോൾ അഖിലിൻ്റെ ശരീരത്തിൽ നമ്മൾ വെച്ച് പിടിപ്പിച്ചത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ടൈമാണ്. ആസ് സൂൺ ആസ് പോസിബിൾ നമുക്ക് അവിടെ ഒരു കഡാവറിൻ്റെ ശരീരത്തിൽ ആ ഒരു സർക്കുലേഷൻ അറസ്റ്റഡ് ആയി കഴിഞ്ഞാൽ, പെർഫ്യൂഷൻ കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് സ്വീകരിക്കുന്ന ആളുടെ ശരീരത്തിലേക്ക് വെച്ച് പിടിപ്പിക്കുക എന്നുള്ള ഒരു ഫാക്ടറാണ്. നമുക്ക് ആക്ച്വലി ഒരു കോൾഡ് ഇസ്കീമിയ ടൈം എന്ന് പറഞ്ഞൊരു ടൈമുണ്ട്, അത് അപ് ടു 24 hours ഉണ്ട്. പക്ഷേ എപ്പോഴും ആസ് സൂൺ ആസ് പോസിബിൾ നമുക്കത് വയ്ക്കുകയാണെങ്കിൽ അത് അത്രയും നല്ല റിസൾട്ട്സ് ഉണ്ടാക്കും. അപ്പോൾ എത്രയും നേരത്തെ ആ കിഡ്നി തിരിച്ച് സ്വീകരിക്കുന്ന ആളുടെ ശരീരത്തിലേക്ക് വച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. പിന്നെ നമ്മൾ ആ കിഡ്നി റിട്രീവ് ചെയ്യുമ്പോൾ കിഡ്നിക്ക് ഡാമേജ് ഒന്നും ഇല്ലാതെ അത് റിട്രീവ് ചെയ്തെടുക്കുക, സർക്കുലേറ്ററി അറസ്റ്റ് ഒന്നും വരുത്താതെ അത് കറക്റ്റായിട്ട് എടുക്കുക എന്നുള്ളത് ഒരു ഫാക്ടർ.